പൊതുവെ ഇസ്ലാമിനെ കുറിച്ച് പറയല് ഇസ്ലാം ഒരു സ്ത്രീ വിരുദ്ധ ഒരു മതമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പുരുഷന്റെ സ്വത്തിന്റെ പകുതി മാത്രമേ സ്ത്രീകൾക്ക് ലഭിക്കുന്നുള്ളൂ, അനന്തര അവകാശങ്ങൾ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു മാറ്റങ്ങൾ അനിവാര്യമല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇസ്ലാം സ്ത്രീവിരുദ്ധ മതമാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അതിൻ്റെ കാരണമായി ചില ഉദാഹരണങ്ങളും പറയാനുണ്ട്. അതിൻ്റെ ഉദാഹരണത്തിൽപ്പെട്ട ഒന്നാണ് മക്കളാണെങ്കിൽ, മകനും മകളുമാണെങ്കിൽ ആണിനും പെണ്ണിനും അനന്തരാവകാശത്തിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത്. ഇവിടെ അടിസ്ഥാനപരമായി സ്ത്രീവിരുദ്ധമാണോ അല്ലേ എന്ന ഒരു പരിശോധനയിൽ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് അടിസ്ഥാനപരമായി നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീയെ ഒരു വ്യക്തിയായി കാണുകയും അവളെ ഒരു വസ്തുവായി കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ആരാണ് ഉണ്ടാക്കുന്നത്? രണ്ട് ആണും പെണ്ണും പടച്ചവന്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ സമന്മാരായി കാണുന്ന ഒരു സിദ്ധാന്തം ആരാണ് പഠിപ്പിക്കുന്നത് എന്നാണ് അൾട്ടിമേറ്റ്ലി നോക്കേണ്ടത്. അത് നോക്കുമ്പോൾ ആധുനികമായ ഇസങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് സ്ത്രീയെ കേവലം വസ്തുവായി അവരുടെ ശരീരം പ്രദർശിപ്പിച്ച് ആണിന് ആസ്വദിക്കേണ്ടുന്ന പുരുഷാധിപത്യത്തിന് അനുകൂലമായ രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്ന മാനിപ്പുലേഷനാണ് ആധുനിക ഇസങ്ങളിൽ, ഫെമിനിസത്തിലാകട്ടെ അല്ലെങ്കിൽ ലിബറലിസത്തിലാകട്ടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് അടിസ്ഥാനപരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ അത് ചർച്ച ചെയ്യാതെ അതിൽ നിന്നും ആളുകളുടെ ചിന്തയെ തെറ്റിക്കാൻ വേണ്ടിയാണ് ചില ഉദാഹരണങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ എടുത്തുകൊണ്ട് ഇതാണ് ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ളതിന് തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത്. അതിന് പ്രധാനമായിട്ടും പറയുന്നത് വെച്ചാൽ ചില നിയമങ്ങൾ ആണിനും പെണ്ണിനും വ്യത്യസ്തമാണ്. അതിൽപ്പെട്ട ഒന്നാണ് അനന്തരാവകാശ നിയമം. അനന്തരാവകാശ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു മകനും മകളുമാണെങ്കിൽ അവിടെ മകൾക്കും മകനും കിട്ടുന്ന അനന്തരാവകാശ സ്വത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് വ്യത്യാസമുള്ളതെടുത്ത് ആണിന് കൂടുതലാണ്, പെണ്ണിന് കുറവാണ്. അതുകൊണ്ട് ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായിട്ടാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം മാത്രമല്ല ഉള്ളത്. ഏതൊരു സാമൂഹ്യ സംവിധാനത്തിലേക്കും കുടുംബ സംവിധാനത്തിലേക്കുമാണ് ഇസ്ലാം ഈ പറഞ്ഞ നിയമം പ്രാവർത്തികമാക്കുന്നത്? ഇസ്ലാമിക കുടുംബ സംവിധാനത്തിലേക്കാണ്. ഈ ഇസ്ലാമിക കുടുംബ സംവിധാനത്തിന്റെ പ്രത്യേകത എന്താ? അവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക, ആണിനാണ് സാമ്പത്തികമായ ഉത്തരവാദിത്വം, പെണ്ണിനതില്ല. എന്ന് വെച്ചാൽ ചെലവഴിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആണിന് മാത്രമാണ്. ഒരാണുണ്ടെങ്കിൽ അവന്റെ ഭാര്യക്ക്, അവന്റെ ഉമ്മക്കുള്ള ചെലവ് ചെയ്യൽ ആണിന് നിർബന്ധമാണ്. അതിനർത്ഥം പെണ്ണിന് ചെലവ് ചെയ്യരുതെന്നല്ല, പെണ്ണ് ജോലിക്ക് പോകരുതെന്നല്ല. പെണ്ണിന് ജോലിക്ക് പോകാം, സമ്പാദിക്കാം, പക്ഷെ അത് അവളുടേതു മാത്രമാണ്. അവൾ ഫിനാൻഷ്യലി ഫ്രീ ആണ്, അവൾക്കൊരു ബാധ്യതയുമില്ല. ഇവിടെ ആണിന് ഒരുപാട് ബാധ്യതകൾ നൽകുന്നു, സാമ്പത്തികമായ ബാധ്യതകൾ നൽകുന്നു. പെണ്ണിനെ സാമ്പത്തികമായ ബാധ്യതകളിൽ നിന്നും ഫ്രീ ആക്കുന്നു. അതെന്തുകൊണ്ടാ? ആണിനോട് അനീതി ചെയ്തുകൊണ്ടാണോ? അല്ല, അത് മനുഷ്യനെ അറിയുന്ന പടച്ചോന്റെ അടുത്ത് ആയതുകൊണ്ടാണ്. കാരണം എന്താ? പെണ്ണിന് ഓൾറെഡി സാമ്പത്തികമായ ബാധ്യതയല്ലാത്ത വേറെ ചില ബാധ്യതകളുണ്ട്. അത് ആണിനൊരിക്കലും ചെയ്യാൻ പറ്റാത്തതുമാണ്. ഏതുപോലെ? പ്രസവം പോലെ, മുലയൂട്ടൽ പോലെയുള്ള കാര്യങ്ങൾ തലകുത്തി നിന്നാലും ആണിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ബയോളജിക്കലി തന്നെ പെണ്ണിന് മാത്രം ചെയ്യാൻ പറ്റുന്ന അമിത ബാധ്യതകൾ പെണ്ണ് ഓൾറെഡി എടുക്കുന്നത് കൊണ്ട് തന്നെ ആ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും പെണ്ണിനെ ഒഴിവാക്കുകയും ആണിന്റെ മേൽ 100% പൂർണ്ണമായ സാമ്പത്തിക ബാധ്യത കൊടുക്കുകയും ചെയ്തു. ഇതൊന്നാമത്തെ കാര്യം. ഇങ്ങനെ ആണിന് സാമ്പത്തിക ബാധ്യത കൊടുക്കുകയും പെണ്ണിനെ അതിൽ നിന്ന് ഫ്രീ ആക്കി. എന്നിട്ട് ഇസ്ലാം എന്താ പറയുന്നത്? അതുകൊണ്ട് തന്നെ ആണാണ് ചെലവഴിക്കേണ്ടത്, അതുകൊണ്ട് ആണിന് മാത്രം അനന്തര സ്വത്ത് എന്നാണോ? അല്ല, മറിച്ച് ആണിനും പെണ്ണിനും അനന്തര സ്വത്തിൽ അവകാശങ്ങളുണ്ട്. പക്ഷേ ചെലവഴിക്കേണ്ട ബാധ്യത കൂടുതൽ ആണിനായതുകൊണ്ട് തന്നെ ആണിനായിരിക്കും അതിലെ, മകളും മകനുമാണെങ്കിൽ അതിലെ പ്രപ്പോർഷൻ കൂടുതൽ ആണിനായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ആണിന് കൂടുതൽ പെണ്ണിന് കുറവ്. പക്ഷേ ഈ കൂടുതൽ കിട്ടുന്ന ആണിന്റെ അവസ്ഥ എന്താ അറിയോ? ആ കൂടുതൽ കിട്ടിയ ആണ് അവന്റെ ഉമ്മക്ക്, അവന്റെ ഭാര്യക്ക്, അവന്റെ മക്കൾക്ക് എല്ലാവർക്കും ചെലവഴിക്കാനുള്ള ബാധ്യതയോടുകൂടിയാണ് ആ കൂടുതൽ വാങ്ങുന്നത്. എന്നാൽ ഈ കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, ഈ പെണ്ണിന് ഒരാൾക്കും ചെലവഴിക്കേണ്ട നിർബന്ധ ബാധ്യത ഇല്ലാതെയാണ് അവൾ ആ അനന്തര സ്വത്ത് നേടുന്നത്. എന്ന് വെച്ചാൽ ബാധ്യതകളോട് കൂടിയാണ് ആണിന് കൂടുതൽ കൊടുക്കുന്നത്, ബാധ്യതകളില്ലാതെയാണ് പെണ്ണിന് കുറവ് കൊടുക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ ഇത് തിയററ്റിക്കലി ഇങ്ങനെ പറയല്ല. യഥാർത്ഥത്തിൽ സംഭവിക്കുക, ആണിന് കൂടുതൽ കിട്ടുമ്പോൾ തന്നെ ആണിന് അതിനനുസരിച്ച് ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് തന്നെ ആണിനല്ല അവിടെ അഡ്വാൻറ്റേജ്. ഇത് തിയററ്റിക്കലി പറയുന്നല്ല. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിന്റെ ഏറ്റവും സുവർണ കാലഘട്ടങ്ങൾ, ഖലീഫമാരുടെയൊക്കെ കാലഘട്ടത്തിൽ
നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഇസ്ലാമിക് ഗോൾഡൻ ഏജിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, മുസ്ലിം സൊസൈറ്റിയിൽ സ്ത്രീകൾ കൂടുതലായി ദാനധർമ്മം ചെയ്യുകയും ചാരിറ്റി ചെയ്യുകയും മദ്രസകൾ ഉണ്ടാക്കുകയും യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. നിങ്ങളിപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ലോകത്തെ ആദ്യത്തെ മോഡേൺ യൂണിവേഴ്സിറ്റി ഓഫ് ഖറാവിയീൻ എന്നാണ് പേര്. ഫാത്തിമ അൽ ഫിഹിരി എന്നാണ് ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച സ്ത്രീയുടെ പേര്. എന്നുവെച്ചാൽ ഒരു സ്ത്രീയാണ്, ഒരു മുസ്ലിം സ്ത്രീയാണ് ആദ്യത്തെ മോഡേൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. എന്തുകൊണ്ട് ഈ മുസ്ലിം സ്ത്രീകൾക്ക് ഇങ്ങനെ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ, മദ്രസകൾ സ്ഥാപിക്കാൻ, ചാരിറ്റി ചെയ്യാൻ, സകാത്ത് കൊടുക്കാനൊക്കെ കൂടുതലായി ഉണ്ടാകുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇസ്ലാമിന്റെ ഈ അധ്യാപനമാണ്. സാമ്പത്തികമായി ബാധ്യതകളില്ലാതെ എന്നാൽ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് ഇസ്ലാം സ്ത്രീക്ക് നൽകിയ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ ആ വഴി കൊണ്ടാണ് സ്ത്രീകൾ കൂടുതലായി, അവർക്ക് കൂടുതൽ സമ്പാദിക്കേണ്ടുന്ന, അവരുടെ കയ്യിൽ കൂടുതൽ പണം വരുന്ന അവസ്ഥ ഇസ്ലാമിക് സൊസൈറ്റിയിൽ ഉണ്ടായി. അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ സൊസൈറ്റിയിലൊന്നും, നേരത്തെ പറഞ്ഞതുപോലെ സൊസൈറ്റിയിലൊന്നും സാമ്പത്തികമായി യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും സ്ത്രീകൾക്കില്ല എന്നല്ല, ഉണ്ട്. അതെപ്പോഴാണ്? ഇസ്ലാമിന്റെ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ. കാരണം ഇസ്ലാമിക് സൊസൈറ്റിയിൽ പെണ്ണിന്റെ അവകാശമാണ് അവൾക്ക് വേണ്ടി ചെലവഴിക്കുക, അല്ലെങ്കിൽ അവളുടെ പോക്കറ്റ് മണി എന്ന് പറയുന്നത് അവളുടെ അവകാശമാണ്. ഏതെങ്കിലും ഒരു ഭർത്താവ് അത് കൊടുക്കുന്നില്ല, ഒരു ഭർത്താവ് ഇങ്ങനെ നിൽക്കുകയാണ്, എൻ്റെ ഔദാര്യം മാതിരി അല്ലേ, എന്തെങ്കിലും ഒരു പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് പെർമിഷൻ ചോദിച്ച് കുറച്ച് പൈസ വാങ്ങുക, ഇങ്ങനെ ഒരു ഔദാര്യം മാതിരി ഏതെങ്കിലും ഒരു ഭർത്താവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്, യാതൊരു സംശയമില്ല. അതിനെ നമ്മൾ തിരുത്തേണ്ടത് ഈ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ വെച്ചുകൊണ്ടാണ്. ഭാര്യ ചോദിക്കുന്ന അവളുടെ ഈ ഭർത്താവിന്റെ ഔദാര്യമല്ല, അവളുടെ അവകാശമാണ്. അപ്പോൾ ഈ ഇസ്ലാമികമായ ദൈവിക ദർശനത്തിന്റെ പരിപൂർണമായ ഇംപ്ലിമെന്റേഷനാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അതുകൊണ്ട് ഞാൻ വീണ്ടും ക്വസ്റ്റിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ഇസ്ലാമിലുള്ള ആണും പെണ്ണും തമ്മിലുള്ള ഏതെങ്കിലും നിയമങ്ങളിലുള്ള വ്യത്യാസം അത് സ്ത്രീ വിരുദ്ധതയോ പുരുഷ വിരുദ്ധതയോ അല്ല, മറിച്ച് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ആണിന്റെയും പെണ്ണിന്റെയും പ്രകൃതവും ശരീരവും അറിയുന്ന പടച്ചവനിൽ നിന്നുള്ളതായതുകൊണ്ടാണ് ആ നിയമങ്ങൾ അങ്ങനെയാകാൻ കാരണം. ഇനി അത് മാറ്റി പോട്ടെ, നമുക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇസ്ലാമിന്റെ ഈ നിയമങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇക്വാളിറ്റി കൊണ്ടുവരാമെന്ന് വിചാരിക്കാം. ഒരു ബ്ലാങ്കറ്റ് ഇക്വാളിറ്റി, ആണിനും പെണ്ണിനും പൂർണ്ണമായ ഒരേപോലെയുള്ള സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും. എന്താ സംഭവിക്കുക? ഒരു കുടുംബമുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. ഭർത്താവ് എന്ത് ചെയ്യണം? പകുതി സമ്പാദിച്ചു കൊണ്ടുവരണം. ഭാര്യ എന്ത് ചെയ്യണം? പകുതി സമ്പാദിച്ചു കൊണ്ടുവരണം. ഇതാണല്ലോ ഇക്വാളിറ്റി. അവർ ചെലവഴിക്കുന്നതും പകുതിയായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ശരി, ഷെയറിങ് അല്ല, ഈക്വാളിറ്റി, നല്ല കാര്യം, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ശരിയാണ്, സാമ്പത്തികമായ വിഷയത്തിൽ 50-50 ആണ്. പക്ഷേ ഈ പകുതി സമ്പാദിച്ചു കൊണ്ടുവരുന്ന ഭാര്യ ഇത് മാത്രമാണോ ആ ലൈഫ് എന്ന് പറയുന്നത്? അല്ല. ആ ഭാര്യക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ അമിത ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ പ്രസവാകട്ടെ, മുലയൂട്ടലാകട്ടെ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ പിന്നെ അവൾക്ക് തന്നെയുള്ള ശാരീരികമായ മറ്റു വ്യത്യാസങ്ങളാകട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ മുകളിലാണ് വീണ്ടും ഒരു 50% സാമ്പത്തിക ഉത്തരവാദിത്തം കൂടി വരുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇക്വാളിറ്റി നടപ്പിലാക്കിയാൽ അത് അനീതിയാണ്. കാരണം എന്താ? ഭർത്താവിന് അതൊന്നും ഇല്ല, ഭർത്താവിന് പ്രസവമില്ല, മുലയൂട്ടലുമില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ടോ അയാൾ 50% സമ്പാദിച്ചു കൊണ്ടുവന്നാൽ മതി. ഭാര്യക്കോ ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ വീണ്ടും 50% കൂടി സമ്പാദിച്ചു കൊണ്ടുവരണം. ഇത് ഇക്വാളിറ്റിയാണ്, സാമ്പത്തികമായ വിഷയത്തിൽ ഇക്വാളിറ്റിയാണ്. പക്ഷേ നീതിയാണോ? അല്ല എന്ന് ചിന്തിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കും. അവിടെയാണ് ഈ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച പടച്ചോനിൽ നിന്നുള്ള ആയതുകൊണ്ടാണ് ഈ അനീതിയില്ലാത്ത ഒരു സംവിധാനം പടച്ചവൻ ഒരുക്കിയിട്ടുള്ളത്. ആ സംവിധാനത്തിന്റെ ഭാഗങ്ങളാണ് ഇങ്ങനെയുള്ള ഓരോ നിയമങ്ങൾ. ഇസ്ലാം എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഹോൾ പാക്കേജാണ്. അതിൽ ഒറ്റൊന്ന് മാത്രം പുറത്തേക്ക് എടുത്തിട്ട് ഇതിൽ ഇക്വാളിറ്റി ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റൂല. ഇത് മൊത്തത്തിലാണ് വർക്ക് ചെയ്യുക അല്ലെ. ഒരു മെഷീൻ എന്ന് പറയുന്നത് അതിൽ ഏതെങ്കിലും ഒരു നട്ടും ബോൾട്ടും മാത്രമല്ല, അത് മൊത്തത്തിലാണ് വർക്ക് ചെയ്യുക. അപ്പൊ ഇസ്ലാമിന്റെ കുടുംബ സംവിധാനവും അതിന്റെ സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളൊക്കെ മൊത്തത്തിലുള്ള ഒരു സിസ്റ്റമാണ്. ആ മൊത്തത്തിലുള്ള ഒരു സിസ്റ്റത്തില് ഒരു ഭാഗം മാത്രമാണ് അനന്തരാവകാശം. അതിലും സ്ത്രീക്ക് അവകാശമുണ്ട്. അതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറയുന്നത് അവർക്ക് നൽകിയിട്ടുള്ള കടമകളുടെയും കടപ്പാടുകളുടെയും വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ ഇത് പറയുന്ന ആയത്തന്നെ പരിശോധിച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ യൂസൈക്കും അല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്നാണ് സൂറത്തുൻ നിസായിൽ പറയുന്നത്. അഥവാ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ദൈവം നിങ്ങളോടൊരു വാക്ക് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? മക്കളിൽ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി കൊടുക്കണം എന്ന് പറയുന്നു.
ആ ആയത്തിൽ അത് മാത്രമല്ല പറയുന്നത്, അനന്തരാവകാശമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിബന്ധനകൾ പറയുന്നുണ്ട്. ആ ആയത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. കുറച്ചങ്ങ് മുന്നിലേക്ക് പോയിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാലേ അവിടെ പ്രയോഗം ഇങ്ങനെയാണ്: വലി അബവൈഹി ലി കുല്ലി വാഹിദി മിൻഹുമ സുദുസു മിമ്മ തറക്ക ഇൻ കാന ലഹു വലത്. സിമ്പിളാണ്, ഇസ്ലാമിൻ്റെ നായ എന്ന് മനസ്സിലാവും. അഥവാ ആ ആയത്തിൻ്റെ ഫസ്റ്റ് 2 വരി വായിച്ച് നിർത്താതെ മുഴുവൻ വായിച്ചാൽ മനസ്സിലാവും. ഖുർആൻ പറയാണ്, ഇനി ഒരു മകൻ മരണപ്പെട്ടു, അല്ലെങ്കിൽ മകനൊരു മകൾ മരണപ്പെട്ടു. അവൻ്റെ സ്വത്ത് വീതിക്കുന്ന സമയത്ത് ഉമ്മാക്കും ഉപ്പാക്കും വീതിക്കേണ്ട രീതി പറയാണ്. ആ ഉമ്മനെയും ഉപ്പനെയും നോക്കാൻ വേണ്ടി അവിടെ ഒരു മകൻ ഉണ്ടെങ്കിൽ, ആ ഉമ്മക്കുപ്പൊക്കെ ഒരു മകൻ ഉണ്ടെങ്കിൽ, ഈ 2 പേർക്കും ഒരേപോലെയാണ് സമ്പത്ത്. ഉമ്മ സ്ത്രീയാണെന്നത് കൊണ്ടോ ഉപ്പ പുരുഷനാണെന്നത് കൊണ്ടോ 2 പേരിൽ ആർക്കും കൂടുന്നില്ല, കുറയുന്നില്ല. ലി കുല്ലി വാഹിദി മിൻഹുമ, 2 പേർക്കും, ആ 2 പേർക്കും ഒരേപോലെയാണ് സ്വത്ത്. ഫഇല്ലം യകുല്ലഹു വലദും വരിസഹു അബവാഹു ഫലി ഉമ്മിഹി സുദുസ്. ഇനി വേറെ ആരുമില്ല, ഉമ്മയും ഉപ്പയും മാത്രമേ ഈ സമ്പത്തിന് അവകാശമായിട്ടുള്ളൂ. ഫസ്റ്റ് സിറ്റുവേഷനിൽ ഉമ്മനെയും ഉപ്പനെയും നോക്കാൻ ഒരു മകനുണ്ട്, അപ്പോൾ ഉമ്മക്കുപ്പൊക്കെ ഒരേപോലെയാണ്. മീൻസ് ഈ കിട്ടുന്ന സമ്പത്തിൽ 2 പേർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല, 2 പേരെയും നോക്കാൻ അവിടെ ആളുണ്ട്. ഇനി വേറെ ആരും സ്വത്തിന് അവകാശമായിട്ടില്ല, ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ എങ്കിൽ ഫലി ഉമ്മിഹി സുലുസ്. ഉമ്മക്ക് എന്ത് വേണം? 3-ൽ 1 കൊടുക്കണം, 3-ൽ 2 ഉപ്പാക്ക് എടുക്കാം. ഉമ്മ കൊടുക്കുന്നതിന്റെ ഇരട്ടി ഉപ്പാക്ക് എടുക്കാം. എന്താ കാരണം? മറ്റിടത്ത് ഉമ്മനെയും ഉപ്പനെയും നോക്കാൻ വേറെ ആളുണ്ടായിരുന്നു, അപ്പൊ ഇവർക്ക് 2 പേർക്ക് ഒരേ സ്വത്ത് കൊടുത്താൽ മതി. ഇവിടെ ഉമ്മനെയും ഉപ്പനെയും നോക്കേണ്ടത് ഉപ്പയാണ്, അതുകൊണ്ട് ഉപ്പാക്ക് ഉമ്മാക്ക് കൊടുത്തതിനേക്ക് അധികം കൊടുത്തു. ഇനി വീണ്ടും പറയുന്നുണ്ട്, ഈ മരണപ്പെട്ട മകന് വീണ്ടും മകനുണ്ടെങ്കിൽ, അഥവാ പേരക്കുട്ടികൾ ഉണ്ടെങ്കിലോ, പേരക്കുട്ടികൾ ഉണ്ടെങ്കിലും ഉമ്മാക്ക് ഉപ്പാക്ക് ഒരേപോലെ കൊടുത്താൽ മതി. അഥവാ മക്കളോ പേരക്കുട്ടികളോ ജീവിച്ചിരിക്കെ ഉമ്മാക്കുപ്പാക്ക് ഒരേ സ്വത്താ കൊടുക്കുന്നത്. അഥവാ സ്ത്രീയാണോ പുരുഷനാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല സ്വത്ത് വിഭജിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സ്വത്ത് വിതരണം ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം. ആർക്കാണ് ആ സ്വത്ത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരേ ഉമ്മ ഉപ്പ, അവർക്ക് മക്കളുണ്ട് പേരക്കുട്ടിയുണ്ട് എങ്കിൽ ഒരേപോലെ സ്വത്ത് 2 പേർക്കും ഒരേപോലെ ഈക്വലായിട്ട് കൊടുക്കുന്നു. ഇനി മക്കളോ പേരക്കുട്ടികളോ അല്ല, അവർ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സ്വത്ത് കൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വം ചെയ്യാനുള്ള ഉപ്പാക്ക് ഉമ്മനേക്ക് കൂടുതൽ കൊടുക്കുന്നു. ലളിതമാണ്, സിമ്പിളാണ്. ഒരാൾക്ക് ഈ കൊടുക്കുന്ന സാധനം കൊണ്ട് ഡ്യൂട്ടി കൂടുന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന സാധനം കൂടണ്ടേ? അപ്പോൾ ഞാൻ ഈ 2 പേർക്കും ഓരോ സാധനം കൊടുക്കാന്ന് വിചാരിച്ചോ, 2 പേർക്കും ഓരോ ആപ്പിൾ വീതം കൊടുക്കുകയാണ്, 2 പേർക്ക് ഓരോ ആപ്പിളാണ് കൊടുക്കുന്നതെങ്കിൽ അത് നീതിയാണ്. ഇനി ഞാൻ ആദ്യത്തെ ആൾക്ക് 2 ആപ്പിളും 3-ാമത്തെ ആൾക്ക് ഒരേ ആപ്പിളും കൊടുത്തുവെങ്കിൽ അത് അനീതിയാണെന്ന് പറയാം, ഈ കൊടുക്കുന്നത് മാത്രം നോക്കിയിട്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഈ 2 പേർക്ക് ഓരോ ആപ്പിൾ കൊടുത്തിട്ട് അതിൽ 2-ാമത്തെ ആളോട് പറഞ്ഞു, ആ ആപ്പിളിൻ്റെ നിനക്ക് ലഭിച്ചതെന്ന് പകുതി എന്ത് ചെയ്യുക, മറ്റേ ആൾക്കും കൂടെ, വേറൊരാളെ ചൂണ്ടിക്കാണിച്ച് അയാൾക്കും കൂടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് അനീതിയാണ്. കാരണം എന്താ? ആദ്യത്തെ ആൾക്ക് 1 മുഴുവൻ കിട്ടി, മറ്റേ ആൾക്ക് 1-ന്റെ പകുതിയെ കിട്ടിയുള്ളൂ, അപ്പുറത്തെ ആൾക്ക് 1-ന്റെ പകുതിയെ കിട്ടിയുള്ളൂ. ഇനി നേരെ മറിച്ച് ഞാൻ 2-ാമത്തെ സാഹചര്യത്തിൽ ആദ്യത്തെ ആൾക്ക് 1 കൊടുത്തു, 2-ാമത്തെ ആൾക്ക് 2 എണ്ണം കൊടുത്തു. എന്നിട്ട് 2-ാമത്തെ ആളോട് പറഞ്ഞു, ആ 2 എണ്ണം കിട്ടിയാൽ എന്ത് ചെയ്യുക, അപ്പുറത്തെ ആൾക്കും കൂടെ കൊടുക്കാന്ന് പറഞ്ഞു. അത് നീതിയാണ്. അപ്പോൾ കൂടുതൽ കിട്ടിയത് കൊണ്ട് കൂടുതൽ ചെയ്യാനുള്ളവന് കൂടുതൽ കൊടുക്കുക എന്നുള്ളത് ലളിത യുക്തിയല്ലേ? ഇനി എന്തുകൊണ്ട് ഇസ്ലാമിൽ പുരുഷൻ അങ്ങനെ ബാധ്യത വരുന്നു എന്നുള്ളത് വിശദീകരിച്ചു. അതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം, അതാണ് ഏറ്റവും നീതിയുക്തമായ സിസ്റ്റം. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അത്രയും നീതിയുക്തമായ മറ്റൊരു കുടുംബ സംവിധാനം ചൂണ്ടിക്കാണിക്കണമെങ്കിൽ കൊണ്ടുവരാം, അത്രയും നീതിയുക്തമായ മറ്റൊരു സംവിധാനം ഉണ്ടെങ്കിൽ പറയാം. അത്രയും നീതിയുക്തമായ മറ്റൊരു സംവിധാനം ഇല്ല. ആ സംവിധാനത്തിനുള്ളിൽ ഇത് ഫിറ്റല്ലേ? ആ നീതിയുക്തമായ കുടുംബ സംവിധാനത്തിനുള്ളിൽ ഈ രീതി, ഈ സാമ്പത്തികമായിട്ടുള്ള അനന്തരാവകാശത്തിന്റെ വിഭജനം എന്ന് പറഞ്ഞാൽ നീതിയല്ലേ? അല്ലെങ്കിൽ അതിനേക്കാൾ മറ്റെന്താണ് നീതിയായിട്ട് മുന്നോട്ട് വെക്കാനുള്ളതെന്നാണ് ചോദ്യം. നിങ്ങൾ പറഞ്ഞു ഇസ്ലാമിക് ഒരു ലോ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക് വേൾഡിലാണ് അപ്ലിക്കബിൾ ആകാം പൂർണ്ണമായിട്ട്. അങ്ങനത്തെ വേൾഡിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിക് ലോകം നമുക്ക് അനുസരിച്ച് ജീവിക്കാൻ കഴിയുക? ഈ ഇന്ത്യയിൽ നമുക്ക് ഇസ്ലാമിക് ലോകം ഇസ്ലാമിക രാജ്യമായിട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. അതായത് എന്താ വെച്ചാൽ ഇവിടെ ജീവിക്കുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള സംഭവത്തോടു കൂടെയാണ്. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ ഇസ്ലാമിക നിയമം എങ്ങനെ നമുക്ക് നടപ്പാക്കാൻ കഴിയുക? ഇസ്ലാമിക സംവിധാനത്തിലാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അപ്ലിക്കബിൾ ആവുക എന്ന് പറഞ്ഞാൽ, ഈ നിയമം എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ നിയമങ്ങൾ മാത്രമല്ല. നിയമം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാർമ്മികമായ നിയമങ്ങൾ കൂടിയാണ്. തീർച്ചയായും ഇസ്ലാമിലെല്ലാം അടങ്ങുന്നുണ്ട്, അതിൽ ധാർമ്മികമായ നിയമങ്ങൾ കൂടിയാണ്. ഇവിടെ അനന്തരാവകാശത്തിൻ്റെ വിഷയത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമികമായ ഒരു സിസ്റ്റത്തിലാണ് ഇത് ബാധകമാവുക. ഏതാണ് സിസ്റ്റം? ഇസ്ലാമികമായ കുടുംബ സംവിധാനം. ഇസ്ലാമികമായ കുടുംബ സംവിധാനത്തിലാണ് അത് അപ്ലിക്കബിൾ ആവുക എന്ന് പറയാൻ കാരണം എന്താ? ഇസ്ലാമികമായ കുടുംബ സംവിധാനത്തിൽ ഭർത്താവിനാണ് സാമ്പത്തികമായ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ പുരുഷനാണ് സാമ്പത്തിക ഉത്തരവാദിത്വം. ഇന്ത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, അതിനോണ്ടെന്താ? ഇന്ത്യ രാജ്യത്ത് പുരുഷന് സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റൂല എന്നുണ്ടോ? ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ നമ്മൾ എന്ത് കാര്യമാണ് പറഞ്ഞത് എന്നതിന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിച്ചാൽ കുറച്ചുകൂടി നന്നാവും. അതുകൊണ്ടാണ് പറയാൻ കാരണം, ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനും
അത് പ്രചരിപ്പിക്കുവാനും അത് പൂർണ്ണമായ രൂപത്തിൽ വ്യക്തി തലത്തിലേക്ക് കൊണ്ടുവരാനും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളൊരു പിന്നെ ഒരു രാജ്യമാണിത്. ആ രാജ്യത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബ സംവിധാനത്തിൽ നമുക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ വല്ല പ്രയാസമുണ്ടോ? സാമ്പത്തിക മേഖലയിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഒന്നുമില്ല. ഇത് ഇസ്ലാമിക രാജ്യാക്കുക എന്നുള്ളത് മുസ്ലിമിൻ്റെ നിർബന്ധിത ബാധ്യതയാണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇബ്രാഹിം അല്ലദീ വഫ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത്. ഇബ്രാഹിം നബി ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കുക, ഇസ്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം രാജ്യം കൊണ്ടുവരാനാണ് എന്ന് വായിക്കുന്നിടത്ത് തന്നെ പ്രശ്നമുണ്ട്. ആ വായനയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ സംസാരിച്ചത് ഒരു കുടുംബ സംവിധാനം, നമ്മുടെ വ്യക്തിതലത്തിൽ നമ്മളൊരു ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിലെ നിയമങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചോദ്യം ചോദിച്ചത്. ഇസ്ലാമിലെ അനന്തരാവകാശത്തെക്കുറിച്ചാണ് ചോദ്യം ചോദിച്ചത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ആ അനന്തരാവകാശ നിയമം എന്ന് പറയുന്നത് അത് ഐസൊലേറ്റഡ് ആയ ഒറ്റ നിയമമല്ല, അതൊരു മൊത്തം സിസ്റ്റത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഏതാണ് ആ സിസ്റ്റം? സാമ്പത്തികമായി, കുടുംബപരമായി, ഇസ്ലാമികമായ സംവിധാനം. അത് പൂർണ്ണമായി നമുക്ക് പാലിക്കണം, യാതൊരു സംശയമില്ല. ഒരു മുസ്ലിം ആണെങ്കിൽ, ഒരു മുസ്ലിം പുരുഷനാണെങ്കിൽ താങ്കളുടെ കുടുംബത്തിന് വേണ്ടി താങ്കൾ ചെലവഴിച്ചിരിക്കണം. അത് താങ്കളുടെ നിർബന്ധ ബാധ്യതയാണ്. അത് ഞാൻ ഇന്ത്യ രാജ്യത്താണ്, അതുകൊണ്ട് എനിക്കത് കഴിയൂല, ആയിക്കോട്ടെ, അത് താങ്കൾക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മുസ്ലിമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ താങ്കൾ അത് ചെയ്യണം. താങ്കൾക്ക് അവിടെ ഫ്രീഡം ഇല്ല. സ്ത്രീക്ക് ഫ്രീഡം ഉണ്ട്, അതൊരു ഇസ്ലാമിൻ്റെ നിയമമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം സ്ത്രീക്കുണ്ട്, പുരുഷനില്ല, അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അപ്പോൾ അത് ആ സിസ്റ്റം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.